ആനയെ വാങ്ങിച്ചു, പക്ഷെ തോട്ടി വാങ്ങിച്ചില്ല. വിഴിഞ്ഞത്ത് എന്താണ് അടിസ്ഥാന സൗകര്യമുള്ളത്? ഈ പറയുന്ന കൊട്ടിഘോഷിച്ചുള്ള ഉദ്ഘാടനവും കാര്യങ്ങളും നടക്കുമ്പോൾ വിഴിഞ്ഞത്ത് വരുന്ന കണ്ടെയ്നറുകൾ മൂവ് ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യം, അതിനു വേണ്ടിയിട്ട് വിഭാവനം ചെയ്തിട്ടുള്ള റിംഗ് റോഡ് ഒന്നും ഒരിടത്തും എത്തിയിട്ടില്ല. ഈ PPP മോഡൽ കൊണ്ടുവന്നപ്പോഴാണല്ലോ വിഴിഞ്ഞത്ത് കടൽക്കൊള്ളയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അതാണ് ഇതെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നല്ലേ എന്ന് പറഞ്ഞത്. അതന്ന്. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ അതന്നെ ഡീസന്റ് ആണ്. ഇപ്പൊ അതന്നെ ഡീസന്റ് ആണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുമ്പോൾ നാടും നാട്ടാരും ഏറെ പ്രതീക്ഷയിലാണ്. ഈ പ്രതീക്ഷകളുടെ കാര്യമൊക്കെ പറയുമ്പോഴും ഒരേ സമയം രാഷ്ട്രീയ വിവാദങ്ങളും ആശങ്കകളും അഭ്യൂഹങ്ങളും അവകാശവാദങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്, വിവാദങ്ങളൊക്കെ ഉണ്ട്. എന്താണ് വിഴിഞ്ഞത്തെക്കുറിച്ച്, അല്ലെങ്കിൽ വിഴിഞ്ഞത്തിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്, നമുക്ക് പരിശോധിക്കാം. സാർ നമസ്കാരം. ഒരുപാട് പേര് ഇത് അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പദ്ധതിയാണ്, നമ്മുടെ ശ്രമഫലമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മളില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സാധിക്കില്ല എന്നുള്ള തരത്തിൽ ചില നറേഷൻസ് വരുന്നുണ്ട്. അതേസമയം മറ്റു ചില ആൾക്കാർ പറയുന്നു ഇത് ഞങ്ങളുടെ കാലത്ത് തുടങ്ങി വെച്ചതാണ്, ഞങ്ങളില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ശൂന്യമായി പോയേനെ, അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ മേൽ പോയേനെ. അങ്ങനെ പലതരത്തിലുള്ള അവകാശവാദങ്ങൾ. ശരിക്കും പറഞ്ഞാൽ വിഴിഞ്ഞത്തിലെ പിതാവ് ആര് എന്നുള്ളതാണ് ഇപ്പോഴത്തെ തർക്കം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. വിഴിഞ്ഞം തുറമുഖം കേരള പ്രോസ്പെക്റ്റിൽ കേരള വികസനത്തിന് എത്രത്തോളം വയബിളായി മാറും, താങ്കളുടെ വിലയിരുത്തൽ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം വിഴിഞ്ഞത്തിൻ്റെ പിതാവ് ആരാണെന്ന് നോക്കാം. വിഴിഞ്ഞത്തിൻ്റെ പിതാവ് 1000 രാജവംശ രാജാക്കന്മാരാണ്. അവരാണ് ഈ പോർട്ട് 8ാം നൂറ്റാണ്ടിൽ തുടങ്ങുന്നത്. അവിടെ തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് രാജവംശങ്ങൾ ഭരിച്ചു. അവരൊക്കെ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച ആളുകളാണ്. പിന്നീടാണ് സ്വതന്ത്ര ഭാരതത്തിലെ ഈ വിഴിഞ്ഞത്തിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഗൗരവമായതും കേരളത്തിലെ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായിരുന്നു. പക്ഷെ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ അടുത്ത കാലതാമസമാണ്. നമ്മുടെ രാജ്യത്ത് ഈ പ്രോജക്റ്റുകൾ തീരുന്നതിലുണ്ടാകുന്ന കാലതാമസം അപരിഹാര്യമായ നഷ്ടമാണ് വികസന രംഗത്തുണ്ടാക്കുന്നത്. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് വിഴിഞ്ഞം. പിന്നെ വിഴിഞ്ഞത്തിനെക്കുറിച്ച് ഇതിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറയുന്നത് ഉമ്മൻചാണ്ടി എന്നാണ്. കേരള സമൂഹത്തിൻ്റെ ഒരു പൊതുവികാരം അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൽ കാണുന്ന കൗതുകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആദ്യമായിട്ട് വിഴിഞ്ഞം കരാർ ഒപ്പുവെക്കുമ്പോൾ ഇത് കടൽക്കൊള്ള എന്നാണ് നേരത്തെ അറിയിക്കുന്ന പത്രം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത്. അതേ പത്രം വർഷങ്ങൾക്കിപ്പുറം അന്ന് ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച, അല്ലെങ്കിൽ അദ്ദേഹം സൈൻ ചെയ്ത ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വാഭാവികമാണ്. ഏത് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. തുടർന്ന് വന്ന പിണറായി സർക്കാർ അതേ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ പോയപ്പോൾ, അതിനുശേഷം സ്വാഭാവികമായി സംഭവിക്കേണ്ട സംഭവങ്ങളെല്ലാം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അതേ നേരത്തെ അറിയിച്ച പത്രം പറയുന്നത് വികസന കുതിപ്പിൽ വിഴിഞ്ഞം. ഇത് ഏത് വിശ്വസിക്കുന്നു? അത് CPM പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നാണ് വികസനത്തോടുള്ള അവരുടെ പ്രതികൂലമായ മനോഭാവം. അത് വിഴിഞ്ഞം മാത്രമല്ല, അവർ ട്രാക്ടർ വന്നപ്പോൾ എതിർത്തു. ഇപ്പോൾ ട്രാക്ടർ ഉപയോഗിച്ചാണ് കുട്ടനാടി കൃഷി ചെയ്യുന്നത്. കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തു. കമ്പ്യൂട്ടർ തൊഴിൽ സാധ്യതകൾ ഇല്ലാതാക്കുന്നായിരുന്നു വാദം. തൊഴിൽ തിന്നുന്ന ബഗൻ. അതെ, തൊഴിൽ തിന്നുന്ന ബഗനായിരുന്നു. അവിടെ തൊട്ട് ഈ ആരംഭകാലം തൊട്ട് CPM സ്വീകരിച്ചിരിക്കുന്ന വികസന വിരുദ്ധ നയം അവരെ ഏതാണ്ട് ഒരു ജനവിരുദ്ധ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും അതാണ് നടന്നത്. അപ്പോൾ വിഴിഞ്ഞം സത്യത്തിന് ഞാൻ ഈ ഉമ്മൻചാണ്ടി ഇവിടെ അനുസ്മരിക്കുന്നതെന്ന് ചോദിച്ചാൽ, വിഴിഞ്ഞം തുറമുഖം ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ ഉമ്മൻചാണ്ടി എടുത്തൊരു പേഴ്സണൽ എഫേർട്ട് നമുക്ക് കണ്ടില്ലെന്നടിക്കാൻ പറ്റില്ല. കാരണം വിഴിഞ്ഞം തുറമുഖം അദാനിയാണ് ഏറ്റവും ലോവസ്റ്റ് കൊട്ടേഷൻ കൊടുത്തായിരുന്ന ആൾ. പക്ഷേ അദാനിക്ക് ഈ പോർട്ട് കൊടുക്കുന്നതിന് ദുരൂഹമായ കാരണങ്ങളാൽ സോണിയാഗാന്ധി എതിരായിരുന്നു. ഇന്നും നെഹ്റു ഫാമിലി, സോണിയാഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും അവർക്ക് താല്പര്യമില്ല. അവർക്ക് അദാനിയോട് വലിയ താല്പര്യം കുഴപ്പക്കാരനാണ് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഇനി അദാനിയാണോ കുഴപ്പക്കാരൻ, അവരാണോ കുഴപ്പക്കാരെന്നുള്ള കാര്യം ജനം ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തായാലും ശരി, ഒരു കാരണവശാലും അദാനിക്ക് ഈ പോർട്ട് കൊടുക്കാൻ പറ്റില്ല എന്നൊരു നിലപാടായിരുന്നു സോണിയാഗാന്ധിക്കുണ്ടായിരുന്നത്. സോണിയാഗാന്ധിയെ കൺവിൻസ് ചെയ്യാൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചു. പക്ഷെ ഞാൻ അറിയുന്നത് ഈ പോർട്ട് നടപ്പിലാക്കാൻ, എൻ്റെ സംസ്ഥാനത്ത് ഈ പോർട്ട് നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാനിവിടെ അധികാരത്തിൽ തുടരുന്നതിൽ കാര്യമില്ല എന്നൊരു നിലപാടാണ് ഉമ്മൻചാണ്ടി സ്വീകരിച്ചത്. കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ ഏറ്റവും ധീരനായ നേതാവാണ് ഉമ്മൻചാണ്ടി.
അദ്ദേഹം ആഗ്രഹിച്ചത് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ചാൽ എന്ത് വില കൊടുത്താലും അത് നടപ്പിലാക്കും. അതിൽ സോണിയാഗാന്ധി ഒന്നും വിചാരിച്ചാൽ എതിർത്ത് അത് ഇല്ലാതാക്കാൻ പറ്റില്ല. അങ്ങനെ വിഴിഞ്ഞം പോർട്ട് അന്നത്തെ സർവശക്തയായ സോണിയാഗാന്ധിയുടെ എതിർപ്പിനെ മറികടന്നാണ് ഈ വിഴിഞ്ഞം പോർട്ടിന്റെ കരാറ് അദാനിക്ക് ആന്റണി നൽകുന്നത്. അതായത് സ്വന്തം പാർട്ടിയുടെ പരമാധ്യക്ഷ എന്ന് പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തെ പാടെ നിരാകരിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി ഏകപക്ഷീയമായി ഇതൊരു വികസന ആവശ്യമാണെന്ന് കരുതി മുന്നോട്ട് പോയി. അന്ന് അങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ ഇത് നടക്കത്തില്ലായിരുന്നു. ഒരുപക്ഷെ CPM-ലാണെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, സംസ്ഥാന സെക്രട്ടറിയുടെ ആ ഒരു പ്രതാപകാലത്ത് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ സംസ്ഥാന എന്താ പറയുക പാർട്ടിയുടെ സംസ്ഥാന ഘടകം പറയുന്നതിന് വിരുദ്ധമായിട്ട് ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ CPM-ലാണെങ്കിൽ സാധിക്കുമോ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, CPM-ലാണെങ്കിൽ അത് സാധിക്കില്ല. ഇപ്പൊ തന്നെ വിഴിഞ്ഞം പോർട്ടിന്റെ ഈ കാര്യം വന്നപ്പോഴേ ആന്റണി ഉണ്ടായിരുന്നല്ലോ കേന്ദ്രത്തില്. ആന്റണി വളരെ തന്ത്രപൂർവ്വം മൗനം ഭജിക്കുക ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞത് ആന്റണിയുടെ മൗനത്തെയും സോണിയാഗാന്ധിയുടെ എതിർപ്പിനെയും അതിജീവിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഈ സ്വപ്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിഴിഞ്ഞം പോർട്ട് ഇന്ന് യാഥാർത്ഥ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ്. അത് അംഗീകരിക്കുന്നു. ഇനി വിഴിഞ്ഞം എന്തായാലും ഒരു യാഥാർത്ഥ്യമായി. വിഴിഞ്ഞം കേരളത്തിന് എത്രത്തോളം സാമ്പത്തികമായിട്ടുള്ള ഒരു വികസന കുതിപ്പ് പകരും? അതേക്കുറിച്ചുള്ള താങ്കളുടെ റീഡിംഗ് എന്താണ്? കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകുന്നത് വിഴിഞ്ഞമായിരിക്കും. അതിൻ്റെ കാരണം കേരളത്തിന് വളരെ ദീർഘമായ ഒരു കടൽ തീരമുണ്ട്. വിഴിഞ്ഞത്തുണ്ടാകുന്ന വികസനത്തിൻ്റെ ഗുണഫലം നമ്മുടെ സമുദ്രതീരത്താകപ്പാടെ ഉണ്ടാകും. അതിൻ്റെ കാരണം ഈ വിഴിഞ്ഞം തുറമുഖം അന്താരാഷ്ട്ര കപ്പൽ ചാലിന് അടുത്ത് നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ അകലെയാണ്. 2 അന്താരാഷ്ട്ര കപ്പൽ ചാനലുകളാണ് വിഴിഞ്ഞത്തിനടുത്തൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഏത് മദർഷിപ്പിനും വന്നടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ട് തുറമുഖം. എത്ര വലിയ മദർഷിപ്പിനും വന്നെടുക്കാം. 20 മീറ്ററാണ് വിഴിഞ്ഞത്തെ ആഴം. സ്വാഭാവിക ആഴം. വിഴിഞ്ഞത്തിൽ ഡ്രഡ്ജിങ് വേണ്ട എന്നുള്ളതാണ് പ്രത്യേകത. അപ്പം മറ്റ് തുറമുഖങ്ങളിലൊക്കെ നമ്മുടെ കൊച്ചി തുറമുഖത്ത് എത്രയോ കോടി രൂപയാണ് ഡ്രഡ്ജിങ്ങിന് കളയുന്നത്. ഡ്രഡ്ജിങ് ആവശ്യമില്ല. ഇത് വരുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ മദർഷിപ്പ് വന്ന് അടുക്കാനുള്ള സൗകര്യം വിഴിഞ്ഞത്തുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ വികസന രംഗത്ത് വലിയ മാറ്റം സൃഷ്ടിക്കാൻ വിഴിഞ്ഞത്തിന് കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, സാർ പറയുന്ന സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളും ഇത് സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ രാഷ്ട്രത്തിന് തന്നെ മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഒരു തുറമുഖം കമ്മീഷൻ ചെയ്യുമ്പോൾ ഇത് ശരിക്കും ഒരു സംസ്ഥാനത്തിൻ്റെയോ ഒരു രാഷ്ട്രത്തിൻ്റെയോ മാത്രം കാര്യമല്ല. ഇത് ലോകം ഉറ്റുനോക്കുകയാണ്. വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ നമ്മുടെ വ്യാപാര വാണിജ്യ സാധ്യതകളെ എങ്ങനെ സഹായിക്കുക എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. സോ എല്ലാവരും ഇവിടേക്ക് കണ്ടെയ്നേഴ്സ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് വിഴിഞ്ഞത്ത് ഇറക്കി വെച്ചുകൊണ്ട് ഇവിടെ നിന്നുള്ള ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വിഴിഞ്ഞത്ത് എന്താണ് അടിസ്ഥാന സൗകര്യമുള്ളത്? ഈ പറയുന്ന കൊട്ടിഘോഷിച്ചുള്ള ഉദ്ഘാടനവും കാര്യങ്ങളും നടക്കുമ്പോൾ വിഴിഞ്ഞത്ത് വരുന്ന കണ്ടെയ്നറുകൾ മൂവ് ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യം അതിനു വേണ്ടിയിട്ട് വിഭാവനം ചെയ്തിട്ടുള്ള റിംഗ് റോഡ് ഒന്നും ഒരിടത്തും എത്തിയിട്ടില്ല. 2.5 കൊല്ലം മുന്നേ വസ്തുവിൻ്റെ ആധാരവും ഒക്കെ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ചെയ്തു വെച്ചു. ഇതുവരെയും സർക്കാർക്ക് കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഒരു രീതിയിലും മുന്നോട്ട് പോയിട്ടില്ല. റെയിൽ കണക്ടിവിറ്റി ബാലരാമപുരം ഇപ്പോൾ ഓൾറെഡി ബാലരാമപുരത്തുള്ള റെയിൽവേ സ്റ്റേഷനുമായിട്ട് വിഴിഞ്ഞം പോർട്ടിനെ കണക്ട് ചെയ്യുന്നൊരു റെയിൽ കണക്ടിവിറ്റി അതിൻ്റെ DPR ഒക്കെ ഇപ്പോൾ ഏകദേശം ആയിട്ടേ ഉള്ളൂ. ഒന്ന് ആലോചിക്കുക, തുറമുഖം ഉദ്ഘാടനം ചെയ്തു, റെയിൽ കണക്ടിവിറ്റി ഉണ്ടാക്കാനുള്ള DPR ഇപ്പോഴും ഫ്രീസറിലാണ്. ഇതെങ്ങനെ മുന്നോട്ട് പോകും? എങ്ങനെ ഇവിടുന്ന് ഈ ചരക്ക് നീക്കം എങ്ങനെ പോസിബിൾ ആകും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരിൽ വിഷണറി എന്ന് ശരിക്കും വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി അച്യുതമേനോനാണ്. വിഷണറി കാരണം കേരളത്തിൻ്റെ സമഗ്രമായ വികസനം കണ്ട ഒരാളാണ്. അതിനുശേഷം കേരളത്തിന് മറ്റു മുഖ്യമന്ത്രിമാരെ ഞാൻ ചെറുതാക്കി പറയുകയല്ല. ഇതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ ചുവപ്പ് നാടാണ്. സെക്രട്ടേറിയറ്റിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ പോലും മാസങ്ങളോളം നമ്മുടെ ഈ വികസനം തടസ്സപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. അല്ലെ ഇച്ഛാശക്തിയുള്ള മന്ത്രിമാരായിരിക്കണം. നമ്മുടെ മന്ത്രിമാർ അത്ര ഇച്ഛാശക്തിയുള്ള മന്ത്രിമാർ കേരളത്തിൽ എടുത്താൽ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന 1-2 പേർക്ക് അപ്പോഴില്ല. ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ പ്രോബ്ലം ഇപ്പം അനീഷ് പറഞ്ഞതുപോലെ ബേസിക്കായിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപരമായ വികസനത്തിന് ആവശ്യമായ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായ ഒരു കാര്യവും അവിടെ ചെയ്തിട്ടില്ല. റിംഗ് റോഡായിട്ടില്ല. അതുപോലെ തന്നെ ബാലരാമപുരം റെയിൽ കണക്ടിവിറ്റി ആയില്ല. അത് ഭൂഗർഭത്തിലൂടെയാണ് അണ്ടർഗ്രൗണ്ട് റെയിൽ കണക്ടിവിറ്റി എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതൊന്നും ആയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ആനയെ വാങ്ങിച്ചു, പക്ഷെ തോട്ടി വാങ്ങിച്ചില്ല. ഇതാണ് സ്ഥിതി. ഇത് കേരളത്തിൻ്റെ ഒരു ശാപമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളം ഭരിക്കുന്നവരുടെ കാഴ്ചപ്പാട് മൂക്കിനപ്പുറം പോകുന്നില്ല. പിന്നെന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം അതുപോലെ തന്നെ വേറൊരു രസകരമായൊരു കാര്യം, വിഴിഞ്ഞം പോർട്ട് അവിടെ വികസിക്കുമ്പോഴേ ഫീഡർ പോർട്ട് എന്നുള്ള നിലയിൽ പെട്ടെന്ന് വികസിക്കാൻ കഴിയുന്നൊരു തുറമുഖം കൊല്ലമാണ്.
കൊല്ലം തുറമുഖമാണ്. ഉം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഉം. കൊല്ലം തുറമുഖത്ത് പഴയ കാലത്ത് ചൈനക്കാരുടെ കപ്പലുകൾ വന്നടുത്തുന്ന സ്ഥലമാണ് കൊല്ലം തുറമുഖം. ഉം. എല്ലാ സൗകര്യമുള്ള തുറമുഖമാണ് കൊല്ലം. ഉം. പക്ഷെ കൊല്ലത്ത് കാര്യമായി ഒരു കാര്യങ്ങളും നടന്നു. കാര്യമായ ഒരു കാര്യം അപ്പൊ വിഴിഞ്ഞം ഉദ്ഘാടനം ചെയ്യുമ്പോൾ പെട്ടെന്ന് സജ്ജമാകത്തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങൾ കൊല്ലം പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഞാനത് പറഞ്ഞതിന്റെ കാരണം ഇതൊക്കെ ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരികളാണ് കേരളത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരാളെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ പിണറായി വിജയനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. നമ്മുടെ ഭരണാധികാരികൾക്ക് ദീർഘവീക്ഷണം ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് അടിസ്ഥാനപരമായി വികസന സൗകര്യങ്ങൾ ഒരുക്കാതെ ഇവിടെ എത്തുന്ന കണ്ടെയ്നറുകൾക്ക് മൂവ് ചെയ്യാൻ ആവശ്യമായ റിംഗ് റോഡ്, റെയിൽ കണക്ടിവിറ്റി, ഇതൊന്നും തയ്യാറാക്കാതാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ വിഴിഞ്ഞത്ത് നിന്ന് നേരെ കൊല്ലത്തേക്ക് വരാൻ പറ്റുന്ന ഒന്നാണ് തീരദേശ ഹൈവേ. എവിടെ എത്തി തീരദേശ ഹൈവേ? ഇപ്പൊ തന്നെ തീരദേശത്ത് ഒരു ഹൈവേ ഉണ്ട്. അത് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ 2-3 കൊല്ലം കൊണ്ട് അത് പണി പൂർത്തിയാക്കാവുന്നത്. ഇച്ഛാശക്തി മാത്രം പോരാ, കാശൂടെ വേണം, പണം വേണം. അതില്ലെന്നാ പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, പണം വിഴിഞ്ഞം പോർട്ടിന് തടസ്സമായില്ലല്ലോ. കാരണം ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലേ നടക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം നമ്മൾ എങ്ങനെ തീർത്തത്? PPP മോഡൽ. ഈ PPP മോഡൽ കൊണ്ടുവന്നപ്പോഴാണല്ലോ വിഴിഞ്ഞത്ത് കടൽക്കൊള്ളയാണ് നടക്കുന്നതെന്ന് പറഞ്ഞത്. അതാണ് ഇതെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നല്ലേ എന്ന് പറഞ്ഞത്. അതന്ന്. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ അതന്നെ ഡീസന്റ് ആണ്. ഇപ്പൊ അതന്നെ ഡീസന്റ് ആണ്, വളരെ വളരെ ഡീസന്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നമ്മുടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുവാനുള്ള ഒരു വിശാലമായ മനസ്സില്ലാത്ത ഒരു പറ്റം രാഷ്ട്രീയ നേതാക്കന്മാരാണ് കേരളത്തിൽ കുറച്ച് കാലമായിട്ട് നമ്മുടെ അധികാരത്തിലെത്തുന്നത്. പക്ഷേ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങൾ നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. അതായത് ഇപ്പോൾ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിൽ നിന്ന് ഒരു തുക ഇതിനു വേണ്ടി കിട്ടുന്നു. മറ്റു പല സംസ്ഥാനങ്ങൾക്കും ഇതേപോലെയുള്ള വൻകിട പദ്ധതികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് ഇപ്പോൾ അത് വായ്പയായിട്ടാണ് കൊടുക്കുന്നത്, അതിന് പലിശ കൊടുക്കണം എന്നുള്ള തരത്തിൽ കേന്ദ്രം പറയുന്നു. കേന്ദ്രത്തിന് ഇതിൽ യാതൊരു താല്പര്യമില്ല. അവരാകെ ഇതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന അദാനിയാണ് ഇവിടുത്തെ കൺസേൺ പാർട്ടി, അല്ലെങ്കിൽ അദാനിയുടെ കമ്പനിയാണ് ഇവിടെ നിർമ്മാണം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം കേന്ദ്രം തടസ്സവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. ബാക്കിയൊക്കെ അവർ കേന്ദ്ര സംസ്ഥാനത്തെ ഞെരുക്കുകയാണ് എന്നുള്ളൊരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു വിവാദമായി തന്നെ അത് ഉയർന്നു വരുന്നുണ്ട്. എങ്ങനെ കാണുന്നു? ശരിയാണോ ഇതൊക്കെ? വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് സമയബന്ധിതമായി നമ്മുടെ സ്റ്റേറ്റിന് കൊടുക്കേണ്ടതാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് കാണേണ്ടതാണ്. അത് കേന്ദ്രത്തിലെ ഷിപ്പിംഗ് മന്ത്രാലയമാണ് ഇത് ചെയ്യേണ്ടത്. അത് ഇതിന്റെ പ്രോബ്ലം എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്തരം കാര്യങ്ങൾ സമയാസമയങ്ങളിൽ പ്രധാനമന്ത്രിയോ അതല്ലെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിമാരെയോ ധരിപ്പിച്ച് അത് കാര്യങ്ങൾ മുന്നോട്ട് പോകാം. ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടി ഉപേക്ഷിച്ചൊരു പദ്ധതിയായിരുന്നു നമ്മുടെ ഗ്യാസ് പൈപ്പ് ലൈൻ. അത് പ്രധാനമന്ത്രി താല്പര്യം എടുത്തു. മുഖ്യമന്ത്രി, ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് വാക്ക് കൊടുത്തു, സമയബന്ധിതമായി പൈപ്പ് ലൈൻ തീർക്കും. അത് തീർന്നല്ലോ. അതുപോലെ തന്നെ ഗഡ്കരിയും പിണറായി വിജയനുമായുള്ള അടുപ്പമല്ലേ നമുക്ക് ഈ ഹൈവേ NH-66 തീരാനുള്ള കാരണമായത്. അപ്പം കേന്ദ്രത്തിലെ ഭരണാധികാരികളുമായിട്ട് വ്യക്തിപരമായ താല്പര്യങ്ങള്, അതിലൂടെ ആ സ്വാധീനത്തിലൂടെ താല്പര്യങ്ങൾ, വ്യക്തിപരമായ അടുപ്പമുള്ള ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. അതുപയോഗിച്ച് കാര്യങ്ങൾ പരിഹരിക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടൊക്കെ തീർക്കണമെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെങ്കിൽ 1 മണിക്കൂറത്തെ ചർച്ച മതിയല്ല. ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. ലൈസൻസ് വർക്ക് കറക്റ്റായിട്ട് നടന്നാൽ മതി, അതിനൊന്നും തടസ്സങ്ങൾ ഉണ്ടാവില്ല. താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് ഗ്യാസ് ലൈൻ പദ്ധതി. അപ്പോൾ അതിൽ തടസ്സങ്ങളെല്ലാം നീക്കി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഇത് ട്രോളന്മാർ പറയുന്ന ഒരു കാര്യം തമാശയ്ക്ക് ഞാൻ സാന്ദർഭികമായിട്ടൊന്ന് ഓർക്കുകയാണ്. അതായത് ഞങ്ങൾ വന്നു, തടസ്സങ്ങളെല്ലാം നീങ്ങി. എന്തായിരുന്നു തടസ്സം? നമ്മൾ തന്നെയായിരുന്നു തടസ്സം. ശരിക്കും അതല്ലേ കേരളത്തിലെ പ്രശ്നം? അല്ല, അത് അവര് ഈ തടസ്സം ഉണ്ടാക്കിയത് ഈ നമ്മുടെ പൈപ്പ് ലൈനിന്റെ തടസ്സം അവരുണ്ടാക്കിക്കൊണ്ടിരുന്ന പ്രചരണമായിരുന്നു. ഇത് ഒരു തീ ബോംബാണ് മലപ്പുറത്തൂടെ പോകുന്നത് എന്നുള്ളതായിരുന്നു. അതിൽ തടസ്സത്തിന്റെ ഒരു കാര്യം ഞാൻ പറയാം. ഈ ഗ്യാസ് പൈപ്പ് ലൈൻ സമയബന്ധിതമായി തീർക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ട ഒരാളായിരുന്നു അന്നത്തെ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ. ജിജി തോംസൺ പറഞ്ഞു, ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ആവശ്യമാണ്, സമയബന്ധിതമായി തന്നെ ഈ ഗ്യാസ് പൈപ്പ് ലൈൻ തീർത്തിരിക്കും എന്ന് പറഞ്ഞു. അന്ന് വ്യവസായ മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടി എന്താ പറഞ്ഞത്? ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ചീഫ് സെക്രട്ടറി ഒന്നുമല്ല, ഇതൊക്കെ തീരുമാനിക്കാനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ പറയും ഞങ്ങൾ പറയും വേണമെന്നോ വേണ്ടെന്നോ ഞങ്ങൾ പറയും, അത് നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞ ഒരു മനോഭാവത്തിന്റെ പ്രശ്നമാണ് ഞാൻ ഈ പറയുന്നത്. ആ ഗ്യാസ് പൈപ്പ് ലൈൻ തീരുന്ന കാര്യത്തിനകത്ത് ഏറ്റവും ശക്തമായ എതിർപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. സർക്കാർ ഭാഗത്തുനിന്നുണ്ടായിരുന്നു.
പക്ഷേ ഇപ്പോൾ എന്തായാലും വിഴിഞ്ഞം യാഥാർത്ഥ്യമായി. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, വീണ്ടും ഞാൻ അതിലേക്ക് തന്നെ വരികയാണ്. അതായത് ദീർഘവീക്ഷണമില്ല എന്ന് പറയുന്നത്. ഈ ദീർഘവീക്ഷണം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ലോങ് റണ്ണിലുള്ള സാമ്പത്തിക പുരോഗതി അല്ലെങ്കിൽ സാമ്പത്തിക കുതിച്ചുചാട്ടം, അതാണ് നമ്മൾ സാധാരണഗതിയിൽ ശരാശരി പൗരന്മാർ ദീർഘവീക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട സർക്കാരുകൾ എന്ന് തന്നെ പറയാം, അത് XYZ ആരും ആയിക്കൊള്ളട്ടെ, അവർ ചിന്തിക്കുന്നത് ഇത് അടുത്ത ഇലക്ഷന് നമുക്ക് ഇങ്ങനെ വോട്ടായി മാറാം എന്നുള്ളതാണ്. ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാന ആക്ഷേപം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മകൾ, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ, ഇവരെയൊക്കെയാണ് വിഴിഞ്ഞത്തിൻ്റെ ചർച്ചയിൽ പോയിരിക്കുന്നത്. വിഴിഞ്ഞം കമ്മീഷൻ ചെയ്യാൻ പോകുമ്പോൾ എല്ലാം ഇവിടെ നടന്നു, എല്ലാം ഇവിടെ കാര്യങ്ങളെല്ലാം വെടിപ്പാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിലയിരുത്താൻ വേണ്ടി ചേർന്ന യോഗത്തിൽ ഇവരെയൊക്കെ കൊണ്ടുവന്നത് മുഖ്യമന്ത്രി 2026 കണ്ടിട്ട് മാത്രമാണെന്നാണ് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു, ശരിയാണോ ഇതൊക്കെ? അല്ല, മുഖ്യമന്ത്രിയുടെ ഭാര്യയും അതുപോലെ തന്നെ മകളും ചെറുമകനുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ഔദ്യോഗിക ചർച്ചയിൽ പങ്കെടുത്തത് തികഞ്ഞ അനൗചിത്യമാണെന്ന് പറയാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതൊന്നും ശരിയായ രീതിയല്ല. അതൊക്കെ പഴയ രാജാക്കന്മാരുടെ കാലത്തെ സമ്പ്രദായങ്ങളാണ്. രാജാവും രാജപത്നിയും മന്ത്രിമാരും പിന്നെ പരിവാരങ്ങളുമായിട്ടൊക്കെ ഇരിക്കുന്നത്. ഇത് ജനാധിപത്യ രാജ്യത്തിന് അനുയോജ്യമായ ഒന്നായിരുന്നില്ല. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചതല്ല, മറിച്ച് ഔദ്യോഗികമായ ചർച്ചയിൽ പങ്കെടുപ്പിച്ചത് വളരെ അനുയോജ്യം. അവരെന്താ ഈ നാട്ടിലെ പൗരന്മാരല്ലേ എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ചോദിച്ചത്. താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അല്ല, ശിവൻകുട്ടി എന്തും ചോദിക്കും. ശിവൻകുട്ടിയുടെ ചോദ്യത്തിന് നമുക്ക് മറുപടി പറയാൻ പറ്റുകയില്ലല്ലോ. ശിവൻകുട്ടി പറഞ്ഞത് എന്തും പറയും. അപ്പൊ ശിവൻകുട്ടിയെ സംബന്ധിച്ച് ശിവൻകുട്ടിയുടെ ഒരു കമന്റിന് അദ്ദേഹം നിർഭാഗ്യവശാൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയും കൂടെ ആണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കമന്റിന് മറുപടി പറയാൻ നമ്മൾ പോകുന്നത് അത് സമയം വേസ്റ്റ് ആക്കുക. മനസ്സിലായി. അപ്പോൾ ഇതിൽ ഒരു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന, അല്ലെങ്കിൽ കേരള സമൂഹം തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ശ്രീ VD സതീശനെ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കേണ്ടതാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ല. ഇത് സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയാണ് എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ചെല്ലുന്നു. പിന്നീട് പറയുന്നു അത് കേന്ദ്ര സർക്കാരിന്റെ ആൾക്കാരൊക്കെ വരുന്നത് കൊണ്ട് എന്നാൽ പിന്നെ നിങ്ങളും വന്നോട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ്. ശരിക്കും മാന്യമായൊരു ഡീൽ എന്ന് പറയുന്നത് ഇതുപോലൊരു വൻകിട പ്രോജക്റ്റ്, അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ച അവരുടെ വിഷൻ കൊണ്ട് നടപ്പാക്കിയ ഒരു പ്രോജക്റ്റ്, അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ ഒരു പ്രോജക്റ്റ്, അത് ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യുമ്പോൾ മാന്യമായി അവരെ ക്ഷണിക്കേണ്ടതല്ലേ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും കഴിഞ്ഞാൽ ആ വേദിയിൽ ഉണ്ടാകേണ്ട മൂന്നാമത്തെ ആൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. എന്താണ് തർക്കം? അദ്ദേഹത്തെ ക്ഷണിക്കുകയും മാന്യമായ ഒരു ഇരിപ്പിടം കൊടുത്ത് അദ്ദേഹത്തെ വേദിയിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത് ജനാധിപത്യ ബോധമുള്ള ഒരു ഭരണകൂടം ചെയ്യേണ്ടതാണ്. ജനാധിപത്യ ബോധം നഷ്ടപ്പെട്ടാൽ അവർ ചെയ്യുന്ന, ഭരണാധികാരികൾ ചെയ്യുന്ന എല്ലാം ശരിയാണ്. പിന്നെ അതിന് ന്യായീകരിക്കാൻ തീർച്ചയായിട്ടും ആളുകൾ വരും, അവർ ന്യായീകരിക്കും. പക്ഷെ പൊതുസമൂഹം ഇതിനെ കാണുന്നത് ഒരു ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയായിട്ട് തന്നെയാണ്. അത് ഇപ്പം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് ഒരിടത്ത് പോലും വരരുത്, ആരും ചിന്തിക്കരുത്, ആരും അത് സ്വപ്നങ്ങളിൽ പോലും അത് ഉണ്ടാകരുത്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ പേര് ഒരിക്കലും ആരും ചേർത്ത് വായിക്കരുത് എന്ന് സംസ്ഥാന സർക്കാരിനൊരു താല്പര്യമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവിനെ തന്നെ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ തന്നെ ഒന്നടങ്കം മാറ്റി നിർത്തുന്നത് എന്നുള്ളൊരു ആക്ഷേപം ചിലർ പറയുന്നു. താങ്കൾക്ക് അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ? അതെ, സ്വതന്ത്ര ഭാരതത്തിലെ ഈ അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരെ തമസ്കരിക്കാൻ വളരെ ബോധപൂർവം ശ്രമം നടത്തിയ ആളാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ സംഭാവനയായി പിന്നെ അദ്ദേഹം ഗാന്ധിയെ കൂടെ കൂട്ടുപിടിച്ചു. ഗാന്ധി ഇല്ലാതാൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഗാന്ധി ഒഴിവാക്കിനെയായിരുന്നു. ഇന്ത്യ സൃഷ്ടിച്ചത് ഗാന്ധി നെഹ്റുവാണ് എന്നുള്ള ഒരു നരേഷനാണ് കൊടുത്തിരുന്നത്. അവസാനം പട്ടേലിന്റെ പേര് പറയുന്നത് പോലും അശ്ലീലമായിട്ട് മാറുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് നെഹ്റു അപ്പൂപ്പനെക്കാട്ടി ഞങ്ങൾക്ക് ഗുണം ചെയ്യുന്നത് പട്ടേൽ അമ്മാവനാണെന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ പട്ടേലിനെ പിടിച്ചിരിക്കുന്നത്, ഗുജറാത്തിൽ പോയി പട്ടേലിനെ പിടിച്ചു. ഇവർ വിചാരിച്ചിരിക്കുന്ന ജനങ്ങളൊക്കെ പമ്പര വിഡ്ഢികളാണെന്നാണ്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഈ പോർട്ട് വരത്തില്ലെന്ന് നമുക്കൊരു ഉറപ്പുണ്ടോ? അടുത്തൊരു ഗവൺമെന്റ് വരുമ്പോൾ ഉമ്മൻചാണ്ടി മെമ്മോറിയലായിട്ട് വിഴിഞ്ഞം മാറത്തില്ലെന്നും വിഴിഞ്ഞത്ത് ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രതിമ വരത്തില്ലെന്നും ആര് പറഞ്ഞു? കോൺഗ്രസിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ വരാം. കോൺഗ്രസ്സുകാർ ആദ്യം വിചാരിക്കണം ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രതിമ അവിടെ വെക്കുന്നത്. കോൺഗ്രസ്സുകാർ അതിനൊക്കെ സമയമുണ്ടോ അവർക്ക്? അല്ല, കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നത് അവരുടെ പ്രതിമ വെക്കണമെന്ന്, ഉമ്മൻചാണ്ടി പ്രതിമ വെക്കണമെന്ന്. അടുത്ത മുഖ്യമന്ത്രി ആരാണോ അയാളുടെ പ്രതിമ വെക്കാനായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, ചരിത്രത്തെ നിഷേധിച്ചാൽ ചരിത്രം ശക്തമായി തിരിച്ചടിക്കുന്ന ഒരു ഉദാഹരണമല്ല, ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ ചരിത്രത്തിന്റെ താളുകളിലുണ്ട്. ഈ BJP-ക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർക്കെതിരെ കേൾക്കുന്ന ഒരു ആക്ഷേപം, ഈ രാജ്യത്തിന്റെ തുറമുഖങ്ങൾ മുഴുവൻ അദാനി ഗ്രൂപ്പിന് തീരെഴുതുകയാണ്, ഇവരും അദാനി ഗ്രൂപ്പുമായിട്ട് എന്തൊക്കെയോ അവിശുദ്ധ കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾ കുറേയധികം വർഷങ്ങളായി കേൾക്കുന്നുണ്ട്. വിഴിഞ്ഞം പ്രോസ്പെക്റ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരോപണങ്ങൾക്കൊന്നും അതിലെന്തെങ്കിലും കഴമ്പുള്ളതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതിനകത്ത് കഴമ്പുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഈ പോർട്ടിന്റെ കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് അദാനി. അദാനി ഈ വിഴിഞ്ഞത്ത് മാത്രമല്ല,
ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോർട്ടുകൾ പണിഞ്ഞ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഒരു മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഭരണാധികാരികളുടെ ചുമതലയാണ്. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് റിലയൻസ് അവരുടെ മേഖലയിൽ പിന്നെ എണ്ണ പര്യവേഷണത്തിൻ്റെ കാര്യത്തിൽ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ ഒക്കെ റിലയൻസിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. ടാറ്റ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു വ്യവസായ ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ അദാനി എന്ന് പറയുന്നത് മോദിയെ അറിയാം എന്നുള്ളതുകൊണ്ട് അദാനി മോശമെന്നൊന്നും പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അദാനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോർട്ടുണ്ട്. ഇന്ത്യൻ വ്യവസായി അദാനി ലോകത്തിലെ പല പോർട്ടുകളും കൈകാര്യം ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനകരമായ ഒരു കാര്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദാനി ഗ്രൂപ്പ് ഇവിടെ വരുന്നതുകൊണ്ട് ആരും ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാശങ്കപ്പെടണം? അത് സ്വാഗതം ചെയ്യല്ലേ ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായി. ഇപ്പോൾ എന്തായാലും വിഴിഞ്ഞം തുറമുഖം ഒരു യാഥാർത്ഥ്യമായി, കമ്മീഷനിങ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി വേണ്ടത് ഇത് ഇവിടുന്ന് കണ്ടെയ്നർ മൂവ്മെൻറ്റ് സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തായിരിക്കും, എത്ര ദിവസത്തിനകത്ത് വെച്ച് ഇതൊക്കെ പൂർത്തിയാകും? വിഴിഞ്ഞം ഫുൾ സ്വിംഗിൽ പ്രവർത്തന സജ്ജമാകാൻ ഇനി എത്ര നാൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള ഒരു ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് ഫുൾ ഓപ്പറേഷണലാകണമെങ്കിൽ എത്ര കാലം വേണ്ടി? 2028 അതിൻ്റെ 3-4 ഘട്ടങ്ങൾ തീരുന്നത് എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷെ കേരളത്തിലെ വികസനം ഒച്ചിഴയുന്ന വേഗത്തിലാണ് പോകുന്നത്. ഉദാഹരണം ഞാൻ പറയാം. എത്രയോ കാലം മുമ്പ് നമുക്ക് തീർക്കാൻ കഴിയുന്നതായിരുന്നു നമ്മുടെ റെയിൽവേ ഡബിൾ ലൈൻ. വസ്തു ഏറ്റെടുത്ത് കൊടുക്കാഞ്ഞത് കൊണ്ടാണ് ഈ ഡബിൾ ലൈൻ തീരാതെ പോയത്. വസ്തു ഏറ്റെടുത്ത് കൊടുക്കേണ്ടവരാണ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്ന ഇച്ഛാശക്തിയുടെ കുറവാണ് നമ്മുടെ രാജ്യത്തെ വികസനത്തിന് അടിസ്ഥാനപരമായി തടസ്സം സൃഷ്ടിക്കുന്നത്. അപ്പോൾ വിഴിഞ്ഞം എന്ന് പറയുന്ന സ്വപ്ന പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാര്യമില്ല. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി തീർക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിയുന്നില്ലെങ്കിൽ, ഈ ഗവൺമെന്റ് ആയാലും ശരി, വരാൻ പോകുന്ന ഗവൺമെന്റ് ആയാലും ശരി, വിഴിഞ്ഞം കൊണ്ട് പ്രതീക്ഷിക്കുന്ന പ്രയോജനം നമ്മുടെ സംസ്ഥാനത്തിനോ രാജ്യത്തിനോ കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഏതായാലും കമ്മീഷനിങ് കഴിഞ്ഞു, കാര്യങ്ങൾ ഇനി സുഗമമായിട്ട് മുന്നോട്ട് പോകട്ടെ. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും എന്ത് തരം നീക്കങ്ങളാണ് ഇനി വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ചർച്ചകളാണ്. നന്ദി.